ശത്രു രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുകയും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുകയും ചെയ്ത നിരവധി പേരുണ്ട്. പലരുടെയും കഥകൾ ഒരിക്കലും പുറലോകം അറിയാറ് പോലുമില്ല. ജീവിതം രാജ്യത്തിന് നൽകിയിട്ടും മിക്കവർക്കും പകരം കിട്ടിയത് വെറും അവഗണന മാത്രമാണ്. ഈ ഗണത്തിൽ ആദ്യം പറയേണ്ട പേരാണ് രവീന്ദർ കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിന്റേത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബ്ലാക്ക് ടൈഗർ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ചാരന്മാരിൽ ഒരിക്കലും പകരം വെക്കാനില്ലാത്ത ഒരാളായ രവീന്ദർ കൗശിക്കിന്റെ ത്രസിപ്പിക്കുന്ന ജീവിതകഥയാണിത്. വെൽക്കം ബാക്ക് ത്രീ ഷെയ്ഡ് സ്റ്റോറീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും രവീന്ദർ കൗശിക്കിനെ പോലെ ത്യാഗങ്ങളും ക്രൂരപീഡനങ്ങളും സഹിച്ച ഒരാൾ ലോകത്ത് വേറെ ഉണ്ടാകില്ല. പാക് ചാരനാകാൻ വേണ്ടി മതം മാറി മുസ്ലിം ആവുകയും ഒടുവിൽ പാക് സൈന്യത്തിൽ മേജർ പദവി വരെ എത്തുകയും ചെയ്ത അത്യുജ്വല ജീവിതമാണ് രവീന്ദർ കൗശിക്കിന്റേത്. 1952 ഏപ്രിൽ 11 രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് രവീന്ദർ കൗശിക് ജനിച്ചത്. മികച്ച അഭിനേതാവായിരുന്ന രവീന്ദർ പഠന കാലയളവിൽ തന്നെ നാടകരംഗത്ത് ശ്രദ്ധേയനായി. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. അക്കാലത്ത് ലക്നൌവിൽ നടന്ന ദേശീയ നാടക മത്സരം കാണാൻ വേണ്ടി ഇന്ത്യൻ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിലെ ചില ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. രവീന്ദറിന്റെ നാടകകലയിലെ പ്രാവീണ്യം കണ്ട് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ചാരനാക്കിയാലുള്ള സാധ്യതകൾ അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. രവീന്ദർ കൗശിക്കിനോട് ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഉന്നയിച്ച ആവശ്യം ഏറെ റിസ്ക് ഉള്ളതായിരുന്നെങ്കിലും ഇത് കേട്ടപ്പോൾ തികഞ്ഞ രാജ്യസ്നേഹിയായിരുന്ന അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പാകിസ്ഥാനിൽ പോവുക, അവിടെ നിന്ന് പഠിക്കുക, അവിടെ നിന്നും തന്നെ വിവാഹം കഴിക്കുക, എങ്ങനെയും പാക് സൈന്യത്തിൽ ജോലി നേടുക, അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുക, ഇതായിരുന്നു രവീന്ദർ കൗശിക്കിനോട് റോ ഉന്നയിച്ച ആവശ്യം. അങ്ങനെ 23-ാം വയസ്സിൽ ആ ദൗത്യവുമായി അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അയക്കപ്പെട്ടു. റോയിൽ ചേർന്ന ശേഷം ഡൽഹിയിൽ 2 വർഷം കഠിന പരിശീലനം, പിന്നീട് മതം മാറി നബി അഹമ്മദ് ഷാക്കിർ എന്ന പേര് സ്വീകരിച്ചു. അതിനായി മുസ്ലിം ആചാരപ്രകാരം സുന്നത്ത് ചെയ്തു. ഉറുദു ഭാഷയ്ക്ക് പുറമെ ഇസ്ലാം മതപഠനവും നടത്തി. പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും സംസ്കാരവുമെല്ലാം രവീന്ദർ ആഴത്തിൽ മനസ്സിലാക്കി. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പഞ്ചാബി ഭാഷയും അദ്ദേഹം സ്വായത്തമാക്കി. 1975 രവീന്ദർ കൗശിക് പാകിസ്ഥാനിലെത്തി കാര്യങ്ങളെല്ലാം റോയുടെ നിർദ്ദേശം പോലെ നടന്നു. കറാച്ചി സർവകലാശാലയിൽ നിയമബിരുദ പഠനത്തിന് ശേഷം രവീന്ദറിന് പാക് സൈന്യത്തിൽ ഓഫീസറായി ജോലി ലഭിച്ചു. ഏറെ വൈകാതെ സൈന്യത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ നബി അഹമ്മദ് ഷാക്കിർ എന്ന രവീന്ദർ കൗശിക് വൈകാതെ മേജറായി. അതിനിടെ ഒരു പാക് കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വിവാഹവും കഴിച്ചു. അപ്പോഴൊക്കെ മുറ തെറ്റാതെ സ്വന്തം വീട്ടിലേക്ക് രവീന്ദർ കൗശിക് കത്തുകൾ അയച്ചിരുന്നു. 1979 മുതൽ 1983 വരെ പാക് സൈന്യത്തിൽ പ്രവർത്തിച്ച രവീന്ദർ കൗശിക് ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത്. ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിന് സഹായകരമായ നിരവധി വിവരങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ഒരിക്കൽ രാജസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാക് സൈനികർ നടത്തിയ ശ്രമങ്ങളെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തിയത് രവീന്ദർ കൗശിക് എന്ന ഇന്ത്യയുടെ ചാരൻ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി അവരിൽ ഒരാളായി അവിടെ ജീവിച്ച് അതീവ രഹസ്യങ്ങൾ കൈമാറുന്ന ആ ചങ്കൂറ്റം ഇന്ത്യൻ സൈനിക മേധാവികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആ ധീരന് ബ്ലാക്ക് ടൈഗർ എന്ന പേര് നൽകിയത്. എന്നാൽ അതൊന്നും അധികകാലം നീണ്ടില്ല. കൊടിയ പീഡനങ്ങളായിരുന്നു പിന്നീട് രവീന്ദർ കൗശിക്കിനെ കാത്തിരുന്നത്. അതിന് വഴിയൊരുക്കിയത് ഇന്ത്യ നടത്തിയ ഒരു നീക്കം പരാജയപ്പെട്ടതാണ്. കൗശിക്കുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് 1983 ഇന്ത്യ ഒരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് അയച്ചു. അതോടെ കാര്യങ്ങൾ ഇന്ത്യയുടെ കൈവിട്ടു തന്നെ പോയി. രവീന്ദർ കൗശിക്കിനെ സഹായിക്കാനായി പോയ പുതിയ ചാരനായ ഇനായത് മസിഹ എന്ന ഇനായത് പാക് ചാരന്മാരുടെ വലയിൽ കുടുങ്ങി. അതോടുകൂടി ഇന്ത്യയുടെ എല്ലാ പദ്ധതികളും നീക്കങ്ങളും പൊളിഞ്ഞു. രവീന്ദർ കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിന്റെ യഥാർത്ഥ മുഖം പാക് സൈന്യം തിരിച്ചറിഞ്ഞു. വൈകാതെ അവർ അദ്ദേഹത്തെ പിടികൂടി. സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പിന്നീട് രവീന്ദർ നേരിട്ടത്. 2 വർഷത്തോളം സിലിക്കോട്ടിലെ രഹസ്യ താവളത്തിൽ കഠിനമായ ചോദ്യം ചെയ്യൽ, ഉറങ്ങാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പുരികങ്ങൾ പാക് സൈന്യം മുറിച്ചെടുത്തു. രഹസ്യഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചു.
കാതുകളിൽ ഇരുമ്പ് തണ്ട് ചൂടാക്കി കുത്തിയിറക്കി. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും മാതൃരാജ്യത്തെക്കുറിച്ച് ഒരു വിവരവും പാകിസ്ഥാന് ലഭിച്ചില്ല. 16 വർഷം സിലിക്കോട്ട്, കോഡലാക്ക്, മയാൻ വാലി ഇങ്ങനെ പല ജയിലുകളിൽ രവീന്ദർ കൗശിക്കിനെ മാറി മാറി താമസിപ്പിച്ചു. കഠിനമായ പീഡനങ്ങൾക്കിടെ അദ്ദേഹത്തിന് ആസ്മയും ക്ഷയരോഗവും പിടിപെട്ടു. ഒടുവിൽ ഹൃദ്രോഗിയുമായി. 18 വർഷത്തെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം 2001 സെപ്റ്റംബർ 21 മുൾട്ടാനിലെ ന്യൂ സെൻട്രൽ ജയിലിൽ വെച്ച് രവീന്ദർ കൗശിക് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണം ഒരർത്ഥത്തിൽ പീഡനങ്ങളിൽ നിന്ന് എന്നേക്കുമുള്ള രക്ഷപ്പെടലായിരുന്നു. റോയുടെ മുൻ ജോയിന്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധർ എഴുതിയ മിഷൻ ടു പാകിസ്ഥാൻ ആൻഡ് ഇന്റലിജൻസ് ഏജൻസ് എന്ന പുസ്തകം പറഞ്ഞത് രവീന്ദർ കൗശിക്കിന്റെ കഥയായിരുന്നു. ആ പുസ്തകം പുറത്തിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ സിനിമാ കഥകളെ വെല്ലുന്ന ഒരു രാജ്യസ്നേഹിയുടെ ജീവിതം ആരും അറിയാതെ പോകുമായിരുന്നു. എന്നാൽ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഒരിടത്തും തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. സൽമാൻ ഖാൻ നായകനായ ഏക് ഥാ ടൈഗർ എന്ന സിനിമ കൂടി ഇറങ്ങിയതോടെ ആ ചാരനെ മാധ്യമങ്ങൾ തേടിപ്പിടിച്ചു. രവീന്ദർ കൗശിക് എന്ന ഉജ്ജ്വല രാജ്യസ്നേഹിയെ ഇന്ന് നാടിന് അറിയാമെങ്കിലും നയതന്ത്രപരമായ കാരണങ്ങളാൽ ഔദ്യോഗികമായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രവീന്ദർ കൗശിന്റെ കുടുംബത്തിന് പ്രതിമാസ പെൻഷൻ അനുവദിച്ചിരുന്നു. പിന്നീട് അത് വർദ്ധിപ്പിച്ചു നൽകുകയും 2006 അദ്ദേഹത്തിന്റെ അമ്മ അമലാദേവി മരിക്കുന്നതുവരെ തുടരുകയും ചെയ്തു. ചാരവൃത്തി സമ്മതിക്കുന്നതിലുള്ള നിയമപ്രശ്നങ്ങൾ മൂലം രവീന്ദർ കൗശിക്കിന് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ മാറി മാറി വന്ന ഒരു ഇന്ത്യൻ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. ജയിലിൽ ഉള്ളപ്പോഴും കുടുംബത്തിന് സ്വന്തം അവസ്ഥകൾ വിവരിച്ച് രവീന്ദർ കൗശിക് കത്തുകൾ എഴുതിയിരുന്നു. ഒരു കത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ ഒരു അമേരിക്കക്കാരനായിരുന്നുവെങ്കിൽ 3-ാം ദിവസം ജയിലിൽ നിന്ന് മോചിതനായേനെ. ഞാൻ ഇന്ത്യക്കാരനായി പോയി. ഇതാണോ സ്വജീവിതം ത്യജിച്ച ഒരാൾക്ക് ഇന്ത്യ നൽകുന്നത്? രവീന്ദർ കൗശിക്കിനോട് നമ്മൾ നീതി പുലർത്തിയോ? ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. 1965 സിറിയയിൽ തൂക്കിലേറ്റപ്പെട്ട എലി കോഹൻ എന്ന മൊസാദ് ചാരന്റെ അവശിഷ്ടങ്ങൾക്കായി ഇന്നും ഇസ്രായേൽ ശ്രമം തുടരുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാർ ഇക്കാര്യത്തിൽ എത്ര പിന്നിലാണെന്ന് അറിയുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.